നമ്മളിന്ന് പോകുന്നത് മേഘമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ പഴനിയിൽ നിന്ന് നേരെ ഹൈവേ പിടിച്ച് നമ്മൾ ഹൈവേസ് എന്ന ലൊക്കേഷൻ ഇട്ടാലാണ് നമുക്ക് മേഘമലയിൽ എത്താൻ പറ്റുക. അതേപോലെ BSNLന് മാത്രമേ റേഞ്ച് ഉള്ളൂ, അതും ചില സ്ഥലങ്ങളിൽ മാത്രം. ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്ത് ഓരോ ഇതൊക്കെ കേടുള്ളതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇതിടുന്നത്. അതുപോലെ നമ്മൾ മേഘമല കയറുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫുള്ള് പോകുന്ന സ്ഥലം ഇതുപോലുള്ള മുന്തിരിത്തോട്ടങ്ങളും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള തോട്ടങ്ങളൊക്കെ. ഒരുപാട് തോട്ടങ്ങളിൽ അത് വിളവെടുപ്പൊക്കെ കഴിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മളെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതേപോലെ തന്നെ അവിടെ ഡ്രൈ ലാൻഡാണ്, നമുക്ക് അങ്ങോട്ട് കുപ്പികളൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ കുപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് നമ്മൾ നേരെ ഇവിടുന്ന് ചുരം കയറൽ തുടങ്ങും. ഈ ചുരം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമുക്കൊരു വെതർ ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല വെയിലാകരം, പിന്നെ മെല്ലെ മഴയൊക്കെ ചാറൽ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നെ ഈ കാണുന്നത് ഇവിടുന്ന് മേലെ നിന്നുള്ള നമ്മളൊരു വ്യൂ ആണ്. തേനി, കമ്പം എന്നുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയത് മഴയൊക്കെയുള്ള സമയത്താണ്, നന്നായിട്ട് വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ്സ് ആണ്. പിന്നെ ഇതുപോലെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അടിപൊളി എന്താ പറയുക, കാറ്റാണ്, നല്ല തണുക്കും. റെയിൻ ജാക്കറ്റ്സൊക്കെ എന്തായാലും എടുത്തോളുണ്ട്. നമ്മൾ ഈ മലയുടെ ഏകദേശം ഒരു 4ാമത്തെ എയർപിൻ എത്തിയപ്പോൾ മേലേക്ക് നോക്കിയപ്പോൾ ഉണ്ടായ കാഴ്ചയാണ്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ 3 വെച്ചിട്ട് ഇവിടെ താഴെയുള്ള ലോക്കൽസൊക്കെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇത് എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്ക്. അതേപോലെ തന്നെ ഇങ്ങനെ ഈ നമ്മളെ ഇതിൽ വർക്കേഴ്സിൻ്റെ കോട്ടേജും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ പോയാൽ ഇതാണ് ഇവിടുത്തെ ഒരു ഐക്കോണിക് സാധനം, എല്ലാ വീഡിയോസിലും വരുന്ന. ഓരോ അളവ് നോക്കുകയാണെങ്കിലും അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. വാട്ടർഫാൾസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ അട്ടുണ്ട്, വാട്ടർഫാളിലേക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് ജസ്റ്റ് ഒന്ന് കാലൊക്കെ കഴുകാനായിട്ട്. അപ്പോഴാണ് അട്ടൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഈ കാണുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഇതിലാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. അതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുക. ഒരു അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ ചിലവഴിച്ചത്, ഏറ്റവും കൂടുതൽ നേരം മേഘമലയിൽ ചിലവഴിച്ച ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഈ സ്ഥലമാണ്. ഇവിടെ അങ്ങനെ കോട വന്നിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതുവരെ അപ്പുറത്തുള്ള തുരുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണാനില്ല. അടിപൊളി ക്ലൈമറ്റാണ്. ഞങ്ങൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഇത് തേക്കടിയുടെ ഒരു മറുപുറമാണ് കേട്ടോ. തേക്കടീൻ്റെ ഒരു മലയുടെ ഒരു സൈഡാണ് ഈ മേഘമല എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അങ്ങനെ പോയി ഞങ്ങളിങ്ങനെ ബൈക്കിൽ പിന്നെ അവിടുന്ന് പോയപ്പോൾ 2 ആൾക്കാരെ കണ്ടുപോകണു. ഇവരിവിടെ ഏതൊരു വ്യൂ പോയിന്റ് ഉണ്ട് പറയില്ല. ഏതാണ് വ്യൂ പോയിന്റ്? എന്താണ് വ്യൂ പോയിന്റിന്റെ പേര്? മഹാരാജ മട്ട്. അതിപ്പോ കേരളാണോ കാണുക? പെരിയാർ തേക്കടി. അതാണ് കാണുന്നത്. ഇതിൽ പോയാലാണ് ഇത്ര ഉണ്ടാവുക. നമ്മുടെ വ്യൂ പോയിന്റിലേക്കുള്ള വഴി കേട്ടോ. സീനാണ് ചെറുതായിട്ട്. പിന്നെ വ്യൂ പോയിന്റിൽ ഇരിക്കുന്നവരൊക്കെ 2 അടിച്ചിട്ടായി ഇടത്. അത് ഓരോ തണുപ്പോണ്ടാണെന്നാണ് പറഞ്ഞത്. എന്തപ്പോൾ ചെയ്യുക? കണ്ടോ ആളെ മുഖം കണ്ടോ? ചെറുത് വലിയ കുപ്പിയിൽ നിന്ന് ചെറുത് കയറി പറഞ്ഞിട്ട് കുറച്ച് അടിച്ച് കയറി ഇരിക്കാൻ. എന്താ ഉണ്ടാവുക? തേക്കടിയോ? തേക്കടി മേളപ്പോ 50 മീറ്റർ. അതേപോലെ ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയ കിടിലൻ സ്പോട്ട് തന്നെയാണിത്. പിന്നെ ഈ വ്യൂ പോയിന്റിലേക്കുള്ള നടത്താണ്. വ്യൂ പോയിന്റ് ഭയങ്കര വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ മൂഞ്ചിപ്പോയി. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ആ മരങ്ങൾ കാണുന്നത് തേക്കടിയിലാണ് കേട്ടോ. ഒരു നല്ലൊരു ഡിഫറൻസിൽ. പിന്നെ തേക്കടി ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ അണ്ടറിലുള്ള തേക്കടി ഫോറസ്റ്റ്. വഴിയിലാണെങ്കിലും അട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് നടന്നു പോയി ഞങ്ങൾ. ഈ മരങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഈ കോട ഇങ്ങനെ മൂടി വരുന്ന സമയത്ത്.
എന്തായാലും ചെറിയ ടിക്കറ്റ് പൈസ ഉള്ളൂ. 10-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വഴി നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. ഇത് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു അമ്പലമോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. നമ്മൾ നടന്നിങ്ങനെ പോയപ്പോൾ കുറേ നടന്നു. അതിൻ്റെ അറ്റത്ത് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ കോവിലാണോ അമ്പലമാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കുറേ നേരം ഇരിക്കും. ആനയൊക്കെ പൊളിച്ചിരിക്കണം, അതിൻ്റെ ഒരു കല്ലും കാര്യങ്ങളൊക്കെ. ഈവനിങ് ആകുമ്പോൾ ആന ഇറങ്ങും, വൈകിട്ട് ആന ഇറങ്ങും. 7 മണി 7 മണിക്ക് ആന ഇറങ്ങും. അപ്പോൾ ഇതെപ്പോഴും അടക്കുക വ്യൂ പോയിന്റ്? 9 മണി, കാളെ 9, ആ നാളെ 4 മണി 4 മണി. ആ അപ്പോൾ ക്ലോസ് ചെയ്യും. പ്ലസ് ഇപ്പൊ ഈ നേരത്തെ ഇപ്പോൾ ആൾക്കാരെ കയറ്റിവിടാൻ സേഫാണ്? സേഫ് അല്ല, 4 മണിക്ക് മേലെ ഏற்ற മാட்டோம். പറ്റൂല അല്ലേ? ആ 4 മണിയോട് ശരി. ശരിയില്ല. വ്യൂ പോയിന്റിന്റെ പേരെന്താ ശരിക്ക്? ஆமா പേര് നാം നാം என்னென்ன தெரியும்ன்றாங்க. இப்போ கூடலூர், ആ கம்பம், ആ சுருளி, ആ தேக்கடி, തേക്കടി. ആ கண்ணையூர் டவரு, ആ അതൊക്കെ ഇവിടുന്ന് കാണാം. அங்க ആ தேனி, തേനി. ഓ பாளையம் വളരെ ഇതെല്ലാം കാണാം അല്ലേ? எல்லாம் காணலாம். ആ വ്യൂ പോയിന്റിക്ക് പേര് ഇருக்கு, மகாராஷ்டிரா மெட் മഹാരാജ മെട്ട്. மெட் ആ അതാ വ്യൂ പോയിന്റ് പേര്. பாயிண்ட் பேர். ഇതിപ്പോ എസ്റ്റേറ്റ് ഭൂമി ഗവൺമെന്റ് ഭൂമിയാ? கவர்மெண்ட் ஃபாரஸ்ட் டிபார்ட்மெண்ட். ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഓക്കെ. പിന്നെ ഈ പാലം നിങ്ങൾക്കറിയില്ലേ, ഈ പാലം നമ്മുടെ വിജയുടെ പടത്തിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു പാലമാണ്. ഒരു വിജയുടെ പടത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നൊരു പാലമാണിത്. പിന്നെ ഇവിടെ ആകെയുള്ളൊരു കടയാണ് കേട്ടോ, ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു കടയാണ്. ഞങ്ങളിവിടെ കയറി കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. വേറെ വലിയൊരു ഹോട്ടലോ സെറ്റപ്പോ ഒന്നും കരുതിയിട്ട് ഇങ്ങോട്ട് ആരും വരരുത്. ഇവിടെ ഒരു ഹോട്ടൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും ഇവിടെ ഇല്ല, അതൊന്നും വന്നിട്ടില്ല. അത്രയും ഒരു ചെറിയ ഗ്രാമമാണ്. എന്തേലുമൊക്കെ ചായക്കട ഉണ്ട്. ഇവിടെ ഹോട്ടലുണ്ട്, പക്ഷേ ഹോട്ടൽ അങ്ങനൊരു കുറേ ഫുഡ് ഉണ്ടാക്കി വെക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ഏകദേശം നൈറ്റായി.